മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ചു എന്ന ആരോപണം തള്ളി സിനിമയുടെ അണിയറ പ്രവർത്തകർ. സമാന വിഷയം കൈകാര്യം ചെയ്യുന്ന 3 തിരക്കഥകൾ ഉണ്ടായി എന്നും അവിശ്വസനീയമായ വിചിത്ര സംഭവമായി ഇതിനെ കാണാമെന്നുമായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിലയിരുത്തൽ. സംഭവത്തിൽ ആരോപണം ഉന്നയിച്ച നിഷാദ് കോയയ്ക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്നും സംഘടന നിലപാടെടുത്തു. സിനിമ ഇറങ്ങുന്നതിന്റെ തലേരാത്രി നിഷാദ് കോയ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് സിനിമയെ തകർക്കുന്നതാണെന്ന വിലയിരുത്തലിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. 100% ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ തിരക്കഥ ഷാരിസ് പൂർത്തിയാക്കിയത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണെന്നും അത് ഡിജോയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളതും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ തിരക്കഥ ഏതാണ്ട് അതിന്റെ എസൻസ് പോകാതെ തന്നെ രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 2013, 14, 15 കാലഘട്ടങ്ങളിൽ 16 വരെ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ആ ആള് ഇപ്പോഴും എറണാകുളത്തുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേറൊരു ഗ്രീവൻസ് ആണുള്ളത്. ഒരു പടം ഇറങ്ങുന്നതിന് തലേ ദിവസം ആ പടത്തിന്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചാണ് അവരുടെ ഗ്രീവൻസ്. സിനിമയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നും നിഷാദ് കോയ സിനിമാ സംഘടനയിൽ വേണോ എന്നതിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും സംഘടന വ്യക്തമാക്കി. ഈ ഒരു പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇത് മാറ്റിയെങ്കിലും അത് ഷെയർ ചെയ്ത് പബ്ലിക്കിലെത്തി. അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രതീക്ഷിച്ച ഉയരത്തിലെത്തേണ്ട സിനിമ എത്താതിരിക്കുകയും വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് എത്താതിരിക്കുകയും ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരു വ്യക്തി സിനിമ ഇൻഡസ്ട്രിയിൽ വേണമോ എന്നുള്ള കാര്യം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടുന്നുണ്ട്. അതിൽ ചർച്ച ചെയ്തതിനു ശേഷം ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള തീരുമാനം എടുക്കുകയാണ്. ലിസ്റ്റിൻ സ്റ്റീഫനും രൂക്ഷ വിമർശനം തന്നെ ഉന്നയിച്ചു. ഞങ്ങളുടെ വശത്തു നിന്ന്, അതായത് റൈറ്ററെയോ ഡയറക്ടറെയോ പ്രൊഡ്യൂസറുടെയോ വശത്തു നിന്ന് ഒരുമിച്ചല്ലാതെ തനിയായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പം ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല, മുഴുവൻ നെഗറ്റീവ്. അപ്പോൾ കള്ള പ്രൊഡ്യൂസർ, അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. ഇതേ കഥ തന്നെ ഷാരിസ് ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ്, 1 വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറം കഥകൾ. പക്ഷേ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയതല്ലാത്ത വിധത്തിൽ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞ്. നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്. അതിനൊന്നും നമുക്കൊരു പ്രശ്നം പോലും ഇല്ല. ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിപ്പിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ നിഷാദ് കോയയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് സംഘടനാ നിലപാട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.